ദുബായിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർക്കുള്ള റൂൾസ് സ്ട്രിക്റ്റ് ആയിരിക്കുകയാണ്. ദുബായിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വരുന്നവരുടെ കൈവശം ഈ പറയുന്ന 3 കാര്യങ്ങളില്ലെങ്കിൽ അവർക്ക് UAEയിലേക്ക് എൻട്രി നൽകുന്നില്ല, നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ്. ദുബായിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വരുന്നവരുടെ കൈവശം 3000 ദിർഹം അല്ലെങ്കിൽ 5000 ദിർഹം ക്യാഷ് ഉണ്ടായിരിക്കണം. വാലിഡ് റിട്ടേൺസ് ടിക്കറ്റ് ഉണ്ടായിരിക്കണം. വാലിഡ് ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളില്ലാതെയാണ് ടൂറിസ്റ്റ് വിസയിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ ദുബായ് എയർപോർട്ടിലെ ഓഫീസർ നിങ്ങളുടെ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കുറവാണെങ്കിൽ പോലും അവരെ എൻട്രി നൽകാതെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. ഇനി ടൂറിസ്റ്റ് വിസയിൽ ദുബായിലേക്ക് വരുന്നവരുടെ റിലേറ്റീവ്, അതായത് അച്ഛനോ അമ്മയോ മക്കളോ UAEയിൽ റെസിഡൻസ് വിസയിൽ ഉണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ട് കോപ്പിയും റെസിഡൻസ് വിസയുടെ കോപ്പിയും റിലേഷൻ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും റൂം എഗ്രിമെന്റും കൈവശം കരുതണം. പക്ഷേ റൂം എഗ്രിമെന്റ് നിങ്ങളുടെ റിലേറ്റീവിന്റെ പേരിലല്ല എങ്കിൽ റൂം എഗ്രിമെന്റിന് പകരം വാലിഡ് ഹോട്ടൽ ബുക്കിംഗ് കൈവശം വെച്ചിരിക്കണം. എല്ലാവരുടെയും ഒരു സംശയമാണ്, ദുബായിലേക്ക് വരുന്ന എല്ലാവരെയും ചെക്ക് ചെയ്യുന്നുണ്ടോ? അതുപോലെ ദുബായ് എയർപോർട്ടിൽ മാത്രമാണോ ചെക്ക് ചെയ്യുന്നത്? UAEയിലെ മറ്റ് എയർപോർട്ടിൽ വരുന്നവരെ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ദുബായിലേക്ക് വരുന്ന എല്ലാവരെയും ചെക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ നടക്കുന്നത് റാൻഡം ചെക്കിംഗ് ആണ്. എല്ലാവരെയും ചെക്ക് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ദുബായ് എയർപോർട്ടിലാണ് ചെക്കിംഗ് നടക്കുന്നത്. അബുദാബി, ഷാർജ എയർപോർട്ടിലൊന്നും ഈ ചെക്കിംഗ് നടക്കുന്നില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. എങ്കിലും ഈ ഡോക്യുമെന്റ് ഇല്ലാതെ ടൂറിസ്റ്റ് വിസയിൽ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ നാട്ടിലെ ചില എയർപോർട്ടിൽ ഈ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ബോർഡിംഗ് നൽകുന്നുള്ളൂ. അതുപോലെ ഭാവിയിൽ മറ്റു എയർപോർട്ടുകളിലും ഡോക്യുമെന്റ് ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പിന്നെ എല്ലാവരുടെയും സംശയം, ക്യാഷ് 3000 ദിർഹം ആണോ 5000 ദിർഹം ആണോ കൈവശം വെക്കേണ്ടത്? അതുപോലെ ക്യാഷ് ആയി തന്നെ കൈവശം വെക്കണോ അതോ ബാങ്ക് ബാലൻസ് ഉണ്ടായാൽ മതിയോ? ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഡെബിറ്റ് കാർഡ് പ്രൂഫുമായി കാണിച്ചാൽ മതിയോ എന്നാണ്. ഗലീജ് ടൈംസും മറ്റു ചില മാധ്യമങ്ങളും പറയുന്നത് 3000 ദിർഹം ക്യാഷ് അല്ലെങ്കിൽ ക്രെഡിറ്റോ 3000ത്തിന് അനുപാതമായ കറൻസിയോ മതി എന്നാണ്. മറ്റു ചില ന്യൂസിൽ കാണുന്നത് 5000 ദിർഹം ക്യാഷ് അല്ലെങ്കിൽ ക്രെഡിറ്റോ 5000ത്തിന് അനുപാതമായ കറൻസിയോ എന്നാണ്. ചില മാധ്യമങ്ങളിൽ 30 ദിവസത്തെ വിസ ആണെങ്കിൽ 3000 ദിർഹം എന്നും 60 ദിവസത്തെ വിസ ആണെങ്കിൽ 5000 ദിർഹമോ അതിനനുപാതികമായ കറൻസിയോ കൈവശം വെക്കണം എന്നാണ് കാണുന്നത്. എന്നാൽ 60 ദിവസത്തെ വിസയിൽ ട്രാവൽ ചെയ്ത പല വ്യക്തികളും പറഞ്ഞത് 5000 ദിർഹം ആണ് ചോദിച്ചത് എന്നാണ്. 3000 ദിർഹമാണോ 5000 ദിർഹമാണോ അതോ ബാങ്ക് ബാലൻസ് ഉണ്ടായാൽ മതിയോ എന്നുള്ളത് ഒരു കൺഫ്യൂഷനായി നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ട്രാവൽ ഏജന്റുമായി കൺഫേം ആക്കിയതിനു ശേഷം ട്രാവൽ ചെയ്യുക. അതുപോലെ ഈ വീഡിയോയിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തെ ഇൻഫർമേഷൻ വെച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ UAEയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ ട്രാവൽ ചെയ്യാൻ നിൽക്കുന്നവർ ആണെങ്കിൽ നിങ്ങൾ ട്രാവൽസ് ചെയ്യുന്ന സമയത്തെ റൂൾസ് എന്തെല്ലാം എന്ന് ട്രാവൽ ഏജന്റുമായി ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ട്രാവൽ ചെയ്യുക.